ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റുമോ? പ്രത്യേകിച്ചും ഒരു പ്രൈവറ്റ് ജോലി ചെയ്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റില്ല എന്ന് തന്നെയാണ് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പറയുന്നത്. നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്താ? ഞാനടക്കം എല്ലാവരും അങ്ങനെ പറയാൻ സാധ്യതയുള്ളൂ. ഒരു സാധാരണക്കാരൻ അങ്ങനെ പറയുള്ളൂ. എന്തൊക്കെയായിരിക്കാം നിങ്ങൾ അങ്ങനെ പറയാനുണ്ടാക്കിയ സാഹചര്യങ്ങൾ? എന്തൊക്കെയായിരിക്കാം? ഒന്ന് എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൈവറ്റ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കുറേയധികം സ്ട്രെസ്സ് നമുക്കുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു 9 to 5 ജോലി എന്നുള്ളതിനേക്കാൾ അധികം കൂടുതൽ ടാസ്കുകൾ നമുക്ക് ഓഫീസിന് പുറത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, പഠിക്കാനുള്ള സമയം കിട്ടില്ല, സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ പല കാര്യങ്ങൾ. ഒരു കൃത്യമായിട്ടുള്ളൊരു മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ 100 കണക്കിന് റീസൺസ് നിങ്ങൾ പറയും. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്ത് ഒരു ലക്ഷ്യമുണ്ടെങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള മാർഗം തനിയെ തെളിഞ്ഞു വരും, അല്ലേ? അപ്പോൾ ലക്ഷ്യം കൃത്യമാണ്, ലക്ഷ്യം ഉറച്ചതാണ് എന്നുണ്ടെങ്കിൽ മാർഗം എന്തായാലും ഉണ്ടാവും. അപ്പോൾ പ്രൈവറ്റ് ജോലി ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പഠിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ജോലി ചെയ്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയുള്ള സ്വപ്നത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിളിനെ കുറിച്ചാണ്. വർക്കിംഗ് പ്രൊഫഷണൽസ്, അല്ലെ, പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്നവർ, അത് ഗവൺമെൻറ്റിൽ തന്നെ വേറെ ഏതെങ്കിലും പോസ്റ്റിൽ ജോലി ചെയ്യുന്നവർ, അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട പോസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഏതുമായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ എങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഒരു സ്റ്റഡി പ്ലാൻ, നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങും, അല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 120 ദിവസം, അതായത് ഏകദേശം 4 മാസങ്ങൾ കൊണ്ട് ഇനി വരാനിരിക്കുന്ന പരീക്ഷ, ഈ വർഷത്തെ പരീക്ഷകളൊക്കെ കലണ്ടറൊക്കെ ഒരുവിധം വന്ന് നമുക്കറിയാം. ഇനി വരാനിരിക്കുന്നത്, നമ്മൾ കാത്തിരിക്കുന്നത് LDC പോലെ, വേരിയസ് LDC പോലെ, വേരിയസ് LGS പോലെയുള്ള നോട്ടിഫിക്കേഷനുകളാണ്, അല്ലേ? 2027 നമ്മളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളും അതൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു LDC നിലവാരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലെ? മെജോറിറ്റി ആളുകളും എയിം ചെയ്യുന്ന, സാധാരണക്കാരൻ്റെ IAS എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു LDC ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 120 ദിവസം കൊണ്ട് LDCയുടെ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? പ്രത്യേകിച്ചും നമ്മൾ വെറുതെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫുൾ ടൈം പഠിക്കാനായിട്ട് മാറ്റിവെച്ച ഒരാൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് പേര് ചുറ്റുമുണ്ട്, നമുക്ക് ചുറ്റുമുണ്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. ജോലി ചെയ്തുകൊണ്ട്, അല്ലേ, പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിട്ടും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാതെ പോകുന്നത്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ. 120 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LDCയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ LGS ലെവലിൽ അല്ലെങ്കിൽ LDC ലെവലിൽ 10ാം തരം യോഗ്യതയുള്ളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാനായിട്ട് പറ്റും. 120 ദിവസങ്ങൾ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ടൈം ടേബിളിലേക്ക് ഒന്ന് കടക്കാം. ആദ്യം തന്നെ പറയട്ടെ, 120 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. നമ്മൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു ടൈം ടേബിൾ പ്രകാരം പഠിക്കാൻ പോകുന്നതെന്ന് പറയും. ബാക്കിയുള്ള ദിവസങ്ങളിലെയൊക്കെ ടൈം ടേബിൾ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി, അവിടെ ഒരു ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആ ഒരു നോട്ടിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതുകൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച, അല്ലെ, ഒരാഴ്ച തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ്. ഈ തിങ്കളാഴ്ച നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെ? ചരിത്രം ഒന്നും തിരുത്തി കുറിക്കപ്പെടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ചരിത്രം, ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഹിസ്റ്ററിയുടെ ഭാഗത്ത് നമുക്ക് കേരള നവോത്ഥാനം പഠിക്കാം, അല്ലേ? നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതും നമുക്ക് കേട്ട് പരിചയമുള്ളതുമായിട്ടുള്ള കാര്യമാണ് കേരള നവോത്ഥാനം. നമ്മൾ എപ്പോഴും പഠിക്കുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോവുക എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് അതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോവുക. അതാണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കേരള നവോത്ഥാനം നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെയോ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങളെ പറ്റി പഠിക്കുന്നു. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? നിങ്ങൾക്കറിയാം, നമ്മുടെ SCERT പാഠപുസ്തകങ്ങളായിരിക്കണം. പാഠപുസ്തകങ്ങൾ റിവൈസ് ചെയ്ത വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിലെ കണ്ടന്റുകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വേണം നമ്മളിവിടെ പഠിക്കാനായിട്ട്. ഇനി
ചൊവ്വാഴ്ച നമ്മൾ എന്ത് പഠിക്കും? ചൊവ്വാഴ്ച നമ്മൾ ആദ്യത്തെ ദിവസം ഹിസ്റ്ററി പഠിച്ചെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഭൂമിശാസ്ത്രം ജോഗ്രഫി പഠിക്കാൻ പോവാണ്. ജോഗ്രഫിയിൽ ഭൂമിയുടെ ഘടനയെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെയോ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട നദികൾ നമുക്കറിയാം. ഒരു LDC ലെവലിലുള്ള അല്ലെങ്കിൽ 10ാം തരം യോഗ്യതയായിട്ടുള്ള ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിൽ നിന്നും ഭൂമിയുടെ ഘടനയും കേരളത്തിലെയും ഇന്ത്യയിലെയും നദികളെയും പറ്റി നമ്മൾ പഠിക്കും. ഇനി ബുധനാഴ്ച നമ്മൾ ഭരണഘടനയിലേക്കാണ് പോകുന്നത്. ഭരണഘടനയിലെയും കുറേ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഭരണഘടന നിർമ്മാണത്തെ പറ്റി നമ്മൾ പഠിക്കണം അല്ലെ? ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. പിന്നെയോ മൗലിക അവകാശങ്ങളെ പറ്റി അല്ലേ? ആ മൗലിക അവകാശങ്ങളെ പറ്റി നമ്മൾ എവിടെ പഠിക്കും? മൂന്നാമത്തെ ദിവസം ബുധനാഴ്ച, ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ പഠിക്കും. ഇനിയോ വ്യാഴാഴ്ച നമ്മൾ സയൻസ് വിഷയത്തിലേക്കാണ് പോകുന്നത്. സയൻസിൽ നമ്മൾ കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഉണ്ടെങ്കിലും നമ്മൾ ബയോളജി, ജീവശാസ്ത്രത്തെ എടുക്കാൻ പോകുന്നത്. ജീവശാസ്ത്രത്തിൽ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ PSC ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്, മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോൾ പഠിക്കും? നമ്മൾ വ്യാഴാഴ്ച പഠിക്കും. ഇനി ആഴ്ചയുടെ അവസാനങ്ങളിലേക്ക് വരുക. നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? വെള്ളിയാഴ്ച നമ്മൾ മാത്സിനായിട്ട് മാറ്റിവെക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോഴേ നിങ്ങളൊക്കെ നെറ്റി ചുളിച്ചിട്ടുണ്ടാവും. കാര്യം എന്താ? എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന ഒരു മെജോറിറ്റി ആളുകൾക്കും മാത്സ് ഒരു ബാലികേറാമലയാണ് അല്ലേ? അറിഞ്ഞോ അറിയാതെയോ മാത്സിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ആളുകളാണ് കൂടുതലും. പക്ഷേ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് വേറെ ഉണ്ടാവില്ല. നമുക്കതിൻ്റെ ഒരു കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു നാക്ക് പിടി കിട്ടിക്കഴിഞ്ഞാൽ മാത്സ് പോലെ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു വിഷയം വേറെ ലോകത്തില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ മാത്സിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് അല്ലേ? മാത്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും? സംഖ്യകളെയും അടിസ്ഥാന ക്രിയകളെയും കുറിച്ച് പഠിക്കും അല്ലെ? സംഖ്യകളും അവയുടെ അടിസ്ഥാന ക്രിയകളും പഠിക്കും. ഇനി ശനിയാഴ്ച നമ്മൾ എന്ത് പഠിക്കും? ശനിയാഴ്ച നമുക്ക് ലാംഗ്വേജിനായിട്ട് മാറ്റിവെക്കാം അല്ലേ? ശനിയാഴ്ച മലയാളത്തിൽ ഒറ്റപ്പദങ്ങൾ നിങ്ങൾ പഠിച്ചോ? ഒറ്റപ്പദം എന്ന് പറയുമ്പോൾ അല്ലേ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പഠിഷു അല്ലേ? പഠിക്കാൻ ആഗ്രഹം പി പഠിഷ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഒറ്റപ്പദങ്ങൾ PSCയുടെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഏരിയ തന്നെയാണ്. സോ അത് പഠിക്കാം. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ നമ്മൾ പഠിക്കുക. ഇനി നമ്മൾ സൺഡേയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? സൺഡേ നമുക്ക് ഹോളിഡേ ആണ് അല്ലേ? മെജോറിറ്റി ആളുകൾക്കും ഹോളിഡേ ആണ്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങൾ കൂടുതൽ സമയം പഠനത്തിനായിട്ട് നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. ഞായറാഴ്ച നമുക്ക് റിവിഷന് വേണ്ടിയുള്ള ദിവസമാണ്. നമ്മൾ വെറുതെ അങ്ങ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെയോ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ മറന്നു പോകും. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പറയുന്ന പരാതി എന്താ? പഠിച്ച കാര്യങ്ങളെ മറന്നു പോകുന്നു എന്നുള്ളതാ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ റിവിഷൻ നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. സോ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞായറാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്? കഴിഞ്ഞ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഒരാളെ കൂടി പഠിക്കും. അതായത് കറണ്ട് അഫെയറുകൾ. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ഒരു 100 ചോദ്യങ്ങൾ, കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫെയറിൽ നിന്നുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസത്തെ കറണ്ട് അഫെയറിൽ നിന്നുള്ള ഒരു 100 കറണ്ട് അഫെയർ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ റിവിഷനോടൊപ്പം 100 കറണ്ട് അഫെയർ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അനുബന്ധ വിവരങ്ങളും കൂടെ നിങ്ങൾ ഞായറാഴ്ച പഠിക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യം ഞായറാഴ്ച പഠിക്കാനിട്ടിരിക്കുന്നത്? അന്ന് മിക്ക ആളുകൾക്കും അവധി ദിവസമായിരിക്കും. നമുക്ക് എങ്ങനെ പോയാലും ഒരു 4-5 മണിക്കൂർ ഈ ഞായറാഴ്ച പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ? അവധി ദിവസമാകുമ്പോൾ കുറഞ്ഞത് നമ്മുടെ അവധി ദിവസത്തെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, കൂട്ടുകാരുമായും കുടുംബവുമായിട്ടൊക്കെ ചെലവഴിക്കാനുള്ള സമയം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറങ്ങാനുള്ള സമയവും കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ അവധി ദിവസങ്ങൾ നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ റിവിഷനും കറണ്ട് അഫെയറും അവിടെ നമുക്ക് പക്കായിട്ട് പോകാൻ പറ്റും. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്, വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ എന്ത് പഠിക്കണമെന്ന് പറഞ്ഞു, എപ്പോൾ പഠിക്കും, എത്ര നേരം പഠിക്കും, എപ്പോൾ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ജോലിയുടെ സ്വഭാവവും നിങ്ങളുടെ കേപ്പബിലിറ്റിയും നിങ്ങളുടെ സമയവും സൗകര്യവും സാഹചര്യവും ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ എത്ര നേരം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 4-5 മണിക്കൂറാണ് അവധി ദിവസങ്ങളിൽ പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന ദിവസം അല്ലെങ്കിൽ പഠിക്കാൻ നമ്മൾ പോകുന്ന ദിവസം നമുക്കൊരു 2 മുതൽ 3 മണിക്കൂർ വരെ, കുറഞ്ഞതൊരു 2 മണിക്കൂർ, 3ലേക്ക് നിങ്ങൾ തുടക്കത്തിലേ എത്തണ്ട, ഒരു 2 മണിക്കൂർ ഇനിഷ്യലി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കൂ. ഈ 2 മണിക്കൂറും ചിലപ്പോൾ നമ്മൾ വെറുതെ
വായിച്ചു പോവുകയുള്ളൂ, മതി, വായിച്ചു പോയാൽ മതി. ചിലപ്പോൾ തിങ്കളാഴ്ച പറഞ്ഞ കേരള നവോത്ഥാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഒന്നും മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. വേണ്ട, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് വീണ്ടും സമയമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 2 മണിക്കൂർ വീതം ചെറുതായിട്ട് ഇങ്ങനെ വായിച്ചു പോകുന്നു. പക്ഷേ 3 ദിവസം അങ്ങനെ ഒന്ന് വായിച്ചു നോക്കിക്കേ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ വായിച്ചു നോക്കിക്കേ. അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഈ വായിച്ച കാര്യങ്ങളൊക്കെ കുറെ കൂടി സ്മൂത്ത് ആവാൻ തുടങ്ങും. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഫ്ലോ കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സാധനം പതിഞ്ഞ് കയറാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളൊരു 2-3 മണിക്കൂർ പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക. അവധി ദിവസങ്ങളിൽ 4-5, പിന്നെ നമ്മൾ ഈ ഒരു പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് എത്തപ്പെട്ടതിന് ശേഷം അത് 6 മണിക്കൂറും ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു 120 ദിവസത്തെ ടൈം ടേബിൾ പോകുന്നത്. LDC, LGS അടക്കം 10ാം തരം യോഗ്യതയുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാനായിട്ട് സാധിക്കും. 120 ദിവസത്തെ, അതായത് 4 മാസം കൊണ്ട് നമുക്കൊരു ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഡിസംബറിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് റിവിഷൻ്റെ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള PYQ പ്രാക്ടീസിലേക്കൊക്കെ നമുക്ക് കടക്കാനായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ട്രയോ ഉണ്ട് PSC എക്സാമുകളിൽ, മലയാളവും ഇംഗ്ലീഷും മാത്സും. ഈ 3 ആളുകളെ ശക്തമായ രീതിയിൽ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയിലും നിങ്ങൾക്ക് ഉന്നത വിജയം അല്ലെങ്കിൽ കട്ട് ഓഫ് കടക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. സോ കൂടുതൽ സമയം, കൂടുതൽ എഫേർട്ട് നിങ്ങൾ അവിടെ ഇടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നിഷ്പ്രയാസം PSC പോലൊരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യം മതി, നമ്മുടെ ലക്ഷ്യം ഉറച്ചതാവണം, നമുക്ക് പ്രയത്നിക്കാനുള്ള ആ ഒരു മനസ്സ്, ഒരാർജവം, ഒരു ഇച്ഛാശക്തി, പിന്നെ അവനവൻ്റെ കഴിവിലുള്ള ആത്മവിശ്വാസം, എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും മതി. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ മൺഡേ ടു ഒരു സൺഡേ വരെയുള്ള മൺഡേ ടു സൺഡേ ഉള്ള 1 വീക്കിലെ ടൈം ടേബിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ 120 ദിവസത്തെ ടൈം ടേബിളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒപ്പം സ്റ്റഡി ടിപ്സും, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും നമ്മൾ ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ PDF കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നന്നായി തന്നെ പഠിക്കുക, മറക്കണ്ട. അവനവൻ്റെ കഴിവിൽ ആത്മവിശ്വാസം, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധം ഉണ്ടാവുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഡൗട്ടുകൾ, നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്